പ്രഭു ചൂണ്ടിക്കാട്ടിയ ആ വലിയ കോട്ട മലനിരകളുടെ കാവൽഭടനെ പോലെ തല ഉയർത്തി നിൽക്കുന്നു. നൂറ്റാണ്ടുകളുടെ പഴക്കമുണ്ടെങ്കിലും അതിൻ്റെ പ്രൗഢിക്കും ഭീകര സൗന്ദര്യത്തിനും തെല്ലും കുറവ് വന്നിട്ടില്ല എന്ന് പീറ്റർ പാർക്കർക്ക് തോന്നി. കുതിരവണ്ടിയിലിരുന്ന് ചരിത്രമുറങ്ങുന്ന താഴ്വരയുടെയും കോട്ടയുടെയും ദൃശ്യങ്ങൾ ആസ്വദിക്കുകയായിരുന്നു ഗ്രെഗ് ഹഡ്സൺ. ആ മായക്കാഴ്ചകളിൽ അയാൾ ഭയങ്ങൾ വിസ്മരിച്ചു എന്ന് പീറ്റർ പാർക്കർക്ക് തോന്നി. അപ്പോൾ പ്രഭു പറഞ്ഞു, ഈ കോട്ടയ്ക്ക് ചുറ്റും ഒരു കാലത്ത് അനേകം കിടങ്ങുകളും അവയിൽ ഭയങ്കര മുതലകളും ഉണ്ടായിരുന്നു. ശത്രുക്കളുടെയും ചാരന്മാരുടെയും ശല്യത്തിൽ നിന്ന് രക്ഷപ്പെടാനാണ് എൻ്റെ പൂർവികർ അവ നിർമ്മിച്ചത്. കയറ്റം കയറുന്ന കുതിരവണ്ടി ഉരുളൻ കല്ലുകളിൽ കയറി തെന്നിമറിയാതെ ശ്രദ്ധിച്ചുകൊണ്ട് പ്രഭു തുടർന്നു. വല്ലാക്ഷയ പ്രദേശം ഭരിച്ചിരുന്ന എൻ്റെ കുടുംബാംഗങ്ങൾക്ക് ഓരോ ദിവസവും നിലനിൽപ്പിനായി യുദ്ധം ചെയ്യേണ്ടി വന്നു. ഹംഗറിയും ഓട്ടോമന്മാരുമൊക്കെ അവരെ ഓരോ കാലത്തും മാറി മാറി ആക്രമിച്ചുകൊണ്ടിരുന്നു. ഈ കിടങ്ങുകൾക്ക് മുകളിലെ പാലങ്ങൾ ചലിപ്പിക്കാവുന്നവയായിരുന്നു. ശത്രു അതിൽ കയറുമ്പോൾ ഭടന്മാർ പാലം വലിക്കും. ശത്രു കിടങ്ങിലെ ഭീകരജീവികൾക്ക് ആഹാരമാകുകയും ചെയ്യും. ഹോ, ക്രൂരം, ഭയങ്കരം, പീറ്റർ പാർക്കർ അറിയാതെ പറഞ്ഞു. അപ്പോഴേക്കും കുതിരവണ്ടി പാലം കടന്ന് കോട്ടയുടെ വിശാലമായ മുൻഭാഗത്ത് എത്തിക്കഴിഞ്ഞിരുന്നു. അപ്പോൾ പിന്നാക്കം നോക്കി പീറ്റർ പാർക്കർ നെടുവീർപ്പിട്ടു. ഹോ, അല്പം ആശ്വാസം തോന്നുന്നു. ആ ചെന്നായ്ക്കൂട്ടത്തെ കാണാനില്ല. ഇപ്പോൾ നാം അവയിൽ നിന്ന് വളരെ അകലെയാണ്. ഗ്രെഗ് ഹഡ്സൺ അതിന് മറുപടി പറഞ്ഞില്ല. അയാൾ അർത്ഥം വെച്ചൊന്ന് മൂളുക മാത്രം ചെയ്തു. എന്തെന്നാൽ ആ ചെന്നായ്ക്കൾ പ്രഭുവിൻ്റെ ആജ്ഞാനുവർത്തികളാണെന്നും അവ സമീപത്തെവിടെയെങ്കിലും ഒളിച്ചു നിൽപ്പുണ്ടാവുമെന്നും അയാൾക്കുറപ്പുണ്ടായിരുന്നു. അപ്പോഴേക്കും കോട്ടയ്ക്ക് മുമ്പിലെത്തിയ വാഹനത്തിൽ നിന്നും പ്രഭു ചാടിയിറങ്ങി. എന്നിട്ട് തിടുക്കത്തിൽ പറഞ്ഞു, വരൂ, നിങ്ങൾ ലഗേജുമായി എന്നോടൊപ്പം വേഗം വരൂ. പ്രഭു ആവശ്യത്തിൽ കവിഞ്ഞ് തിടുക്കം കാട്ടുന്നതായി അവർക്ക് തോന്നി. അവർ ലഗേജുമായി പുറത്തിറങ്ങി പ്രഭുവിൻ്റെ പിന്നാലെ നടന്നു. കോട്ടയുടെ പരിസരം വിജനവും ഭീകരവുമായിരുന്നു. നൂറ്റാണ്ടുകൾ പഴക്കമുള്ള വലിയ കാട്ടുമരങ്ങൾ ആകാശത്തോളം ഉയരത്തിൽ വളർന്നു നിന്നു. അവിടുത്തെ അന്തരീക്ഷം ഒട്ടും ആഹ്ലാദകരമായിരുന്നില്ല എന്നു മാത്രമല്ല, അസ്വസ്ഥതയുണ്ടാക്കുന്നതുമായിരുന്നു. അന്നോളം അനുഭവപ്പെട്ടിട്ടില്ലാത്തതും അത്യന്തം അപരിചിതവുമായ പഴമയുടെ ഗന്ധം അവർക്ക് അനുഭവപ്പെട്ടു. പിന്നാക്കം തിരിഞ്ഞു നോക്കിയ ഗ്രെഗ് ഹഡ്സൺ ചങ്ങാതിയെ തൊട്ടു വിളിച്ചു. അതാ നോക്കൂ, ആ കുതിരവണ്ടി, അത് തനിയെ സഞ്ചരിക്കുന്നു. പീറ്റർ പാർക്കർ തിരിഞ്ഞു നോക്കി. വണ്ടിക്കാരനില്ലാതെ നീങ്ങുന്ന കുതിരവണ്ടി, അതുമായി കുതിരകൾ മുന്നോട്ട് പോവുകയാണ്. അത് കണ്ട പ്രഭു പറഞ്ഞു, നിങ്ങൾ കാണുന്നതിൽ അത്ഭുതമൊന്നുമില്ല. ആളുകൾ ഇറങ്ങിക്കഴിഞ്ഞാൽ വണ്ടിയുമായി ലായത്തിലെത്തണമെന്ന് അവയ്ക്ക് ശീലം കൊണ്ടറിയാം. വേഗം വരൂ മുകളിലേക്ക്. പ്രഭു തിടുക്കത്തിൽ പടവുകൾ കയറാൻ തുടങ്ങിയിരുന്നു. ഇരുണ്ട ഇടനാഴിയുടെ പടവുകളിലൂടെ ഇത്ര വേഗം സഞ്ചരിക്കാൻ പ്രഭുവിന് എങ്ങനെ കഴിയുന്നു എന്നോർത്തവർ അത്ഭുതപ്പെട്ടു. അവർ കോട്ടയ്ക്കുള്ളിൽ നെടുകയും കുറുകയും വൃത്താകൃതിയിലുമുള്ള ഇടനാഴികളിലൂടെ സഞ്ചരിച്ചു. ഒടുവിൽ വളരെ ഉയരത്തിലുള്ള ഒരു തളത്തിലെത്തി. അതിനു ചുറ്റും അനേകം വാതിലുകൾ അവർ കണ്ടു. അവ ഇരുട്ടിൽ അവ്യക്തമായിരുന്നുവെങ്കിലും ഒരു പ്രഭുമന്ദിരത്തിൻ്റെ സകല പ്രൗഢിയുമുള്ളതാണ് അവിടുത്തെ മുറികളെന്ന് അവർക്ക് ഒറ്റ നോട്ടത്തിൽ മനസ്സിലായി. പ്രഭുക്കന്മാർ അതിഥികളെ താമസിപ്പിച്ചിരുന്നത് ഈ മുറിയിലാണ്. ഒരു മുറിയുടെ വലിയ വാതിൽ തള്ളിത്തുറക്കുന്നതിനിടയിൽ പ്രഭു പറഞ്ഞു. വാതിൽ തുറന്നതിനു ശേഷം പ്രഭു അവരെ ഉള്ളിലേക്ക് ക്ഷണിച്ചു. വരൂ. അവർ കടന്നു ചെന്നപ്പോഴേക്കും പ്രഭു മുറിയിൽ മെഴുകുതിരി കൊളുത്തിയിരുന്നു. അതിൻ്റെ മങ്ങിയ വെളിച്ചത്തിൽ ആദ്യം അവ്യക്തമായും മെഴുകുതിരി നന്നായി ജ്വലിച്ചപ്പോൾ കൂടുതൽ വ്യക്തമായും അവർ ആ മുറി കണ്ടു. നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഫർണിച്ചറായിരുന്നു അതിലുണ്ടായിരുന്നത്. കിടക്കകൾ മാത്രം അടുത്ത കാലത്ത് നിർമ്മിച്ചവയാണെന്ന് അവർക്ക് മനസ്സിലായി. ഭിത്തിയിൽ നിരവധി വലിയ പെയിൻറ്റിങ്ങുകൾ കാണാമായിരുന്നു. ഡ്രാക്കുള കുടുംബത്തിലെ പൂർവികരുടെ ചിത്രങ്ങളായിരുന്നു അത്. മുറിയിലെങ്ങും അപരിചിതമായ അസ്വസ്ഥതയുണ്ടാക്കുന്ന ഗന്ധം തങ്ങി നിന്നു. നിങ്ങൾക്ക് പട്ടണത്തിലെ സൗകര്യങ്ങൾ ഇവിടെ കിട്ടിയെന്ന് വരില്ല, എങ്കിലും മറ്റാരിൽ നിന്നും ഒരു ഭീഷണിയും ഉണ്ടാവില്ല. അതായത് ആ ചെന്നായ്ക്കളെപ്പോലെ ഒന്നിൽ നിന്നും. എനിക്കല്പം തിരക്കുണ്ട്. ഞാൻ വൈകുന്നേരമേ വരൂ. നേരം പുലരാറായി. വീണ്ടും കാണാം. പ്രഭു തിടുക്കത്തിൽ വാതിലടച്ച് പുറത്തേക്ക് പോയി. വാതിലടച്ചു കഴിഞ്ഞ് ഒരു ശബ്ദം കൂടി കേട്ടല്ലോ, ഗ്രെഗ് ഹഡ്സൺ പറഞ്ഞു. അതെ, ഞാനും കേട്ടു. വാതിൽ പുറത്തുനിന്ന് പൂട്ടിയതുപോലെ. അങ്ങനെ പറഞ്ഞുകൊണ്ട് ഗ്രെഗ് ഹഡ്സൺ വാതിലിനു നേരെ കുതിച്ചു. അത് തുറക്കാൻ ശ്രമിച്ച് പരാജയപ്പെട്ട് അയാൾ സുഹൃത്തിനു നേരെ നിരാശയോടെ മുഖം തിരിച്ചു. നാം മറ്റൊരപകടത്തിൽ പെട്ടിരിക്കുന്നു ചങ്ങാതി. പ്രഭു വാതിൽ പുറത്തുനിന്ന് പൂട്ടി. നാം ഇവിടെ തടവിലാണ്.